ചീഫ് മിനിസ്റ്റർ പബ്ലിക് സർവന്റ് ആണെന്ന് സുപ്രീം കോടതി ഡിസിഷൻസ് ഉണ്ടല്ലോ. എം കരുണാനിധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ സൈറ്റേഷൻ AR 1979 SC 898. അതേപോലെ വേറെ കേസിൽ ദ സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര വേഴ്സസ് രാംദാസ് ശ്രീനിവാസ് നായിക്. എക്സാക്ട്ലി. ഈ ജഡ്ജ്മെന്റ് നമ്മുടെ സെക്രട്ടേറിയറ്റ് കേസ് റെഫർ ചെയ്താൽ നമ്മൾ ജയിക്കും. ഷുവർ ജയിക്കണോ അയ്യർ സാറേ? ഈ ഉദ്യോഗസ്ഥന്മാരും പബ്ലിക് സർവൻസ് അല്ലേ, അവർക്ക് ജനങ്ങളോട് ഉത്തരവാദിത്വമുണ്ട്. ഈ പാവം ജനങ്ങൾ സർക്കാരിന്റെ ഖജനാവിലേക്ക് അടയ്ക്കുന്ന നികുതിയല്ലേ ഇവരുടെയൊക്കെ അന്നം. അതുകൊണ്ട് നമ്മൾ ജയിച്ചേ പറ്റൂ. ഒന്ന് നന്നേ ഞാൻ കാത്തിരിക്കുന്നു. എന്തിന്? ഞാൻ പറഞ്ഞില്ലല്ലോ. ഓ, ഇനിയിപ്പം വെയിറ്റിംഗ് ചാർജിന്റെ പേരിൽ കശവശി ഉണ്ടാക്കാനാണ് വെയിറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ല. നിയമം പറഞ്ഞു വണ്ടി കയറി മീറ്റർ ഇട്ട് വണ്ടി എടുക്കാൻ പറഞ്ഞ കക്ഷി വക്കാലത്ത് നാരായണൻകുട്ടിയാണെന്ന് അറിഞ്ഞപ്പോ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. വണ്ടി കയറ. ഇയാള് വെള്ളടിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ. എന്താ കൊണ്ട് ഇടിക്കൊന്ന് പേടിയുണ്ടോ? ജീവിച്ച് കൊതി തീർന്നിട്ടില്ലല്ലേ? എന്താ പിടിച്ചേ? അങ്ങനെ കുറെ കാലം ജീവിച്ചിരിക്കണം ഒരാഗ്രഹം ഇല്ല മക്കളെ. നീ മീറ്റർ ഇടാം. എനിക്കും കുറച്ച് പറയാനുണ്ട്. നിയമം സംരക്ഷിക്കാൻ മൊത്തം ജീവിതം തീരെഴുതി കൊടുക്കാൻ തീരുമാനിച്ചു. ഒരപേക്ഷയുണ്ട്. ഒരു നേരത്തെ കഞ്ഞിക്ക് വേണ്ടി ചോര വേർപ്പാക്കുന്ന പാവങ്ങളെ നാരായണൻകുട്ടി ഇരയാക്കുക. മേല് വേർക്കാതെ പാവങ്ങളെ ചോര ചീറ്റിക്കളിച്ച് സ്വന്തം കാര്യം നേടുന്ന കപട രാഷ്ട്രീയക്കാരുടെ മുഖം മൂടി പിച്ചി ചീന്തണം നിയമത്തിന്റെ വാളുകൊണ്ട്. ഒരുപാട് തൂത്തുവരാനുണ്ട്. ജനനം മുതൽ മരണം വരെ നിയമമനുസരിച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന സാധാരണക്കാരും നിയമലംഘനം ഒരു ജന്മാവകാശമായി കരുതി ജീവിതം തന്നെ ഒരു ആഘോഷമായി കൊണ്ടാടുന്നവരും ഒരേ നാട്ടിൽ. ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ സ്വന്തം നാട്. സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളിൽ പഞ്ചിംഗ് കാർഡ് സിസ്റ്റം ഏർപ്പെടുത്തണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. പൊതുജന താൽപര്യങ്ങളെ മുൻനിർത്തി സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥൻ കൂടിയ വക്കാലത്ത് നാരായണൻകുട്ടി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിന്മേലാണ് ചരിത്ര പ്രാധാന്യമുള്ള ഈ വിധി പുറപ്പെടുവിച്ചത്. പഞ്ചിംഗ് കാർഡ് സിസ്റ്റം പിൻവലിക്കുക. ഇൻക്ലാബ് സിന്ദാബാദ്. എംപ്ലോയീസ് കോൺഫെഡറേഷൻ സിന്ദാബാദ്. എംപ്ലോയീസ് കോൺഫെഡറേഷൻ സിന്ദാബാദ്. തൊഴിലാളികളെ ഒറ്റപ്പെടുത്തുക. സർക്കാർ ജോലിയാകുമ്പോ തോന്നുമ്പോ വരാം, തോന്നുമ്പോ പോവാം, തോന്നുമ്പോ പണിയെടുക്കാം. നാട്ടുകാരെ മുഴുവൻ അവതാളത്തിലാക്കിക്കൊണ്ട് സംഘടിത തൊഴിലാളി വർഗത്തിന്റെ സ്വാതന്ത്ര്യം. ഇതെന്റെ വീടാണ്, ഞാൻ എന്തും ചെയ്യുന്ന പറഞ്ഞ് അവനവന്റെ പുറപ്പുറത്ത് കയറി തുണിയില്ലാതെ നിരങ്ങുന്നതാണല്ലോ ഇതിന്റെയൊക്കെ സ്വാതന്ത്ര്യം. തോന്നിയാസ് അനുവദിച്ചു കൊടുക്കുന്ന സ്വാതന്ത്ര്യം. പണിയെടുക്കണം. മാസാമാസം എണ്ണി മേടിക്കണതേ കാട്ടും കാട്ടൊന്നുമല്ലല്ലോ. എനിക്ക് പണിയെടുക്കണം, അകത്ത് വേണം. വഴിമാറ്. ചന്ദ്രൻ നാരായണൻകുട്ടിക്ക് വേണ്ടി എസ്കോർട്ട് കൊടുക്കും. ഓ ശരി സാർ. വിളിച്ചു പറഞ്ഞില്ലേ എനിക്ക് പ്രൊട്ടക്ഷൻ വേണം, അകത്ത് പണിക്ക് കയറണം. മണി 10 10 10 10 10 10 10 മണിക്ക് എന്താ 16 എന്താണോ സാറിന്റെ അല്ലേ സാർ? സാറിന്റെ അല്ലേ സാർ? ചന്ദ്രൻ ചന്ദ്രൻ സാറേ പോവാൻ പറ്റില്ല. ഇയാളുടെ വയറ് മാറ്റി. ഇനി പോയിക്കൂടെ? എസ്കോർട്ട്. എന്തോ സാറേ മൂന്നാർ ഓപ്പൺ ആണ്. അയ്യോ സോറി കേട്ടോ സാർ ഇരിക്കുക. കുഴപ്പമില്ല. അയ്യോ ഡ്യൂട്ടിയാണെന്ന് അറിയാം, എന്നാലും പ്ലീസ് എനിക്ക് വേണ്ടി പ്ലീസ്. ഓ നിങ്ങളോടും കൂടിയാ. അവിടെ ഇവിടെ കിടന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കും പ്ലീസ്. ബി കംഫർട്ടബിൾ. എന്റെ മടിച്ച സർക്കാർ ജീവനക്കാരുടെ കൊമ്പൊടിച്ചു ആ വക്കാലത്ത് നാരായണൻകുട്ടി. ജീവി കണ്ടില്ലേ? സമ്മതിക്കണോ അല്ലേ?
ലിസ്റ്റിൽ അടുത്ത അടി പോലീസ് ഡിപ്പാർട്ട്മെന്റ്. അത് കിട്ടുമ്പോ നേരെയാവും. പോലീസുകാരൻ അടിക്കാൻ അറിയുള്ളൂ. ആ പക്കാലത്തിന്റെ കാട്ടിൽ നടക്കുന്ന ഈ അവാർഡിനുള്ള അർഹത എനിക്കുണ്ടോ എന്നെനിക്കറിയില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, ഈ സംരംഭത്തിന് പിന്നിൽ ആരൊക്കെ എങ്ങനെയൊക്കെ പ്രവർത്തിച്ചാലും ഞാൻ മനസ്സുകൊണ്ട് ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത് ഈ സദസ്സിലിരിക്കുന്ന എന്റെ ആത്മാർത്ഥ സുഹൃത്ത് നാരായണൻകുട്ടിയാണ്. വക്കാലത്ത് നാരായണൻകുട്ടി ഇല്ലെങ്കിൽ ഇന്ന് ഈ സ്ഥാനത്ത് ഈ അവാർഡ് വാങ്ങിക്കാൻ അഡ്വക്കേറ്റ് മാത്യു ഇല്ല. ഞാൻ എന്നെ ശരിക്കും ഒന്ന് കാണട്ടെ. ഇപ്പോഴാണ് നീ ഒരു അഡ്വക്കേറ്റ് ആയത്. എന്ത് പറയുന്നു വക്കാലത്ത്? എല്ലാം അയ്യർ സാറിന്റെ ട്രെയിനിങ്ങാ. നോ നോ നോ, അവന്റെ ഗുരുഭക്തി. ഊത്തടോ, ആര് ഭരിച്ചാലും ഏത് മുന്നണിയായാലും നമ്മൾ അടങ്ങിയിരിക്കില്ല. നാട്ടുകാർ നന്നായാലല്ലേ നാട് നന്നാവും. നമ്മളൊക്കെ ഈ നാട്ടുകാരല്ലേ. ആദ്യം നമ്മൾ നന്നാവണം. അതിന് മെനക്കെടണം, പണിയെടുക്കണം, തലച്ചോറ് ഉപയോഗിക്കണം. നിന്റെ അപ്പനേക്കാൾ വലിയൊരു ലോയർ ആവണം നീ. വക്കാലത്ത് നാരായണൻകുട്ടിക്ക് അപ്പോഴാണ് ഒരു സംതൃപ്തി, സാറ്റിസ്ഫാക്ഷൻ അല്ലേ? നാരായണൻകുട്ടി പാകമുള്ള ഒരു വിത്തിനെയാണ് എനിക്ക് തന്നത്. ഈ വിത്തിൽ വലിയൊരു മരമുണ്ട്. അതിന്റെ തണലിൽ മറ്റു ചെടികൾ വളരണമെന്നില്ല. അതാണ് പ്രകൃതി, ദാറ്റ് ഇസ് നേച്ചർ. ഇത് സെഷൻസ് കോടതി തൂക്കുകയർ വിധിച്ച കേസ്, രാജപ്പൻ മർഡർ കേസ്. പ്രതി ജഗന്നാഥൻ, അവനെ രക്ഷിക്ക. ആ കൊലക്കുറ്റം തെളിഞ്ഞല്ലേ? മേൽക്കോടതി ഉണ്ടല്ലോ, പിന്നെ മിടുക്കനായ അഡ്വക്കേറ്റ് മാത്യുവും പോരെ. അത് രണ്ടുപേര് തമ്മിൽ സ്വത്ത് സംബന്ധമായ ഒരു സ്വകാര്യ കേസിൽ വഴക്കുമൂത്ത് ഒരാളെ കൊന്നു. നടു റോട്ടിലിട്ട് പട്ടാപ്പകല് നാട്ടുകാർ കാണുക. ഈ കേസ് മാത്യു ഏറ്റെടുക്കുന്നതിൽ എനിക്ക് തിരി താല്പര്യമില്ല. അതിനെ അഭിപ്രായം പറയാൻ നാരായണൻകുട്ടിക്ക് നിയമതടസ്സമില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള നാടല്ലേ. പക്ഷേ മാത്യു കേസ് എടുക്കരുതെന്ന് കൽപ്പിക്കാൻ നാരായണൻകുട്ടിക്ക് അവകാശമില്ല. മാത്യു അവന്റെ മിടുക്ക് ഇനിയും തെളിയിക്കട്ടെ. മാത്യു, നീ ഈ കേസ് ഏറ്റെടുക്കരുത്. ഇത് വെറും ഒരു സ്വകാര്യ സ്വത്തിന്റെ പ്രശ്നമാണ്. പബ്ലിക് ഇൻട്രസ്റ്റ് ഇല്ല. പബ്ലിക് ഇൻട്രസ്റ്റ്, എക്സാക്ട്ലി. പൊതുജനങ്ങൾക്ക് താല്പര്യമുള്ള കേസാണിത്. നാരായണൻകുട്ടി സെഷൻസ് കോടതിയിൽ ഈ കേസ് നടക്കുമ്പോൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് റിപ്പോർട്ട് ചെയ്ത പത്രത്തിന്റെ സർക്കുലേഷൻ 2 ഇരട്ടിയായി. കഥയെക്കാളും കവിതയെക്കാളും ഇപ്പൊ ഇത്തരം റിപ്പോർട്ടിംഗ് ആണ് ജനങ്ങൾക്ക് ഇഷ്ടം. മാത്യു, നീ എന്താ പറയാത്തത്? ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നാണല്ലോ. ജഗന്നാഥൻ രാജപ്പനെ കൊന്നതാണ്. നീ കണ്ടോ? അത് മാത്യു, സാക്ഷികളുണ്ട്. സാക്ഷികൾ അതാ രാജപ്പന്റെ ആൾക്കാരല്ലേ. കള്ളസാക്ഷികളല്ലെന്ന് ആര് കണ്ടു? ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കേസാണ്. ഒരു അഡ്വക്കേറ്റിന്റെ കരിയറിൽ ദ്രോണാചാര്യർ അർജുനനെ അമ്പെയ്യാനല്ല പഠിപ്പിച്ചത്. പിന്നെയോ ഞാൻ പിന്നോട്ട് വലിക്കാനാണ്. അമ്പെയ്തതും ലക്ഷ്യത്തിൽ കൊള്ളിച്ചതും അർജുനാണ്. സോ ഹീസ് ദ ഹീറോ.